بسم الله الرحمن الرحيم. الحمد لله رب العالمين. نعمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. أيها الناس أوصيكم عباد الله بنفس بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ نجيناكم من آل فرعون يسومونكم سوء العذاب يذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم. وإذ فرقنا بكم البحر فأنجيناكم وأغرقنا آل فرعون وأنتم تنظرون. صدق الله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും അതുപോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ ഹജ്ജ് മാസം കഴിഞ്ഞു. പുതിയ ഒരു വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് നാം. ഈ 1-ാം തീയതിയോടുകൂടി 1441 ഹിജ്റ വർഷത്തിലേക്ക് നാം കാലെടുത്ത് വെച്ചു. നമുക്കറിയാം, ഹിജ്റ എന്ന് കേൾക്കുമ്പോൾ തന്നെ, അതല്ലെങ്കിൽ മുഹറം എന്ന് കേൾക്കുമ്പോൾ തന്നെ സത്യവിശ്വാസികളുടെ മനസ്സിൽ വല്ലാത്ത ഒരു ഉത്സാഹവും ഉന്മേഷവും ഉണ്ടായിത്തീരുന്നതാണ്. എന്നാൽ അതോടൊപ്പം തന്നെ മുഹറം എന്ന് കേൾക്കുമ്പോഴേക്കും ഒരു വേവലാതിയുള്ള ആളുകളുണ്ടാകും. അത് നഹ്സിൻ്റെ മാസമാണ് എന്നുള്ള ഒരു അന്ധവിശ്വാസമുണ്ട്. അള്ളാഹു പവിത്രമാക്കി വെച്ച ഒരു മാസത്തെ നഹ്സ് എന്ന് പേരിട്ടുകൊണ്ട് അതിനെ അവഹേളിക്കുന്ന ഒരു ഏർപ്പാട്. മുഹറം 10 കഴിയട്ടെ എന്ന് പറയും. സത്യത്തിൽ ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 മിൻഹാ അർബഅൂൻ. അള്ളാഹുവിൻ്റെ അടുക്കൽ യൗമ ഖലഖസ് സമാവാതി വൽ അർള, ആകാശഭൂമികൾ അള്ളാഹു സൃഷ്ടിച്ച കാലം തൊട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ 12 മാസങ്ങളാണ്. അതിൽ 4 മാസങ്ങൾ പവിത്രമാണ്. അതിൽപ്പെട്ട ഒരു മാസമാണ് മുഹറം. ആ മാസത്തെ നഹ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ആ ദിവസങ്ങളിൽ വിവാഹം ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ വീടിരിക്കാൻ പാടില്ല, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു അന്ധവിശ്വാസം.
എന്നാൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഖുർആനോ അത് വിലക്കിയിട്ടില്ല. മാത്രമല്ല അത് പവിത്രമായി കാണുകയാണ്. അതിനെ കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ മാസത്തിൽ, ഈ പവിത്രമായ ഈ മാസത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലോകം അള്ളാഹു സൃഷ്ടിച്ച അന്ന് മുതൽ ആധുനിക കാലഘട്ടം വരെ ഒരുപാട് സംഭവ പരമ്പരകൾ നടന്ന മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം. അതിൽ ഏതാനും സംഭവങ്ങൾ മാത്രമാണ് എൻ്റെ വിഷയം. അതിൽ ഏറ്റവും പരമപ്രധാനം നമുക്കറിയാമല്ലോ, ഹിജ്റ വർഷം തുടങ്ങുന്നത് ഹിജ്റ എന്ന പേരിലാണ്. ഹിജ്റ എന്ന പേരിലാണ് അറബി മാസത്തിലെ മാസങ്ങളുടെ തുടക്കം. അത് മുഹറമാണ്. എന്തുകൊണ്ടാണ് ഹിജ്റയ്ക്ക് ഇത്ര പ്രാധാന്യം? നമുക്കറിയാം എന്താണ് ഹിജ്റ എന്ന്. ഹജറ എന്ന് പറഞ്ഞാൽ വെടിഞ്ഞു എന്നാണ്, ഉപേക്ഷിച്ചു എന്നാണ്, വിട്ടുനിന്നു അല്ലെങ്കിൽ പിണങ്ങി നിന്നു, നാട് വിട്ടു എന്നൊക്കെയാണ് ഹിജ്റയുടെ അർത്ഥം. നാം നേരത്തെ ചരിത്രങ്ങൾ പഠിച്ചതുപോലെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ അനുയായികളോടൊപ്പം തന്നെ അദ്ദേഹത്തിന് താമസിക്കുവാനും അദ്ദേഹം വിശ്വസിക്കുന്ന വിശ്വാസം മുറുകെ പിടിക്കുവാനും അദ്ദേഹത്തിൽ വിശ്വസിക്കുന്ന ആ ആചാര സമ്പ്രദായങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും നിർവഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വന്ന അവസരത്തിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കൽപ്പന പ്രകാരം നാടും വീടും കുടുംബവും ബന്ധുമിത്രാദികളെയും എല്ലാവരെയും ഉപേക്ഷിച്ചുകൊണ്ട് ഒരു നിശ്ചിത കാലാവധി വരെ ഇനി നീ മക്കയിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതുണ്ട്, മദീന എന്ന ദേശത്തേക്ക് പോകണം. നാം ആലോചിക്കേണ്ടതുണ്ട്. പ്രവാചകനും പ്രവാചകന്റെ അനുയായികളും ഈ അവസരങ്ങളിൽ എങ്ങനെയായിരുന്നു മക്കയിൽ നിലകൊണ്ടിരുന്നത് എന്ന് മാന്യമായിട്ട് ഒന്ന് ഇബാദത്ത് ചെയ്യാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. ആരെയും പേടിക്കാതെ കഅബയുടെ അങ്കണത്തിൽ വന്ന് നമസ്കരിക്കാൻ വരെ കഴിയാത്ത ഒരവസ്ഥ. അത് പണക്കാരനി എന്നോ അതിൽ പാവപ്പെട്ടവനോ എന്ന് വ്യത്യാസം ഉണ്ടായിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ അങ്കണത്തിൽ വെച്ച് നമസ്കരിക്കുന്ന വേളകളിൽ ഖുറൈശി മൂപ്പന്മാർ പ്രവാചകന്റെ കഴുത്തിൽ ഒട്ടകത്തിൻ്റെയും അതുപോലെ തന്നെ മൃഗങ്ങളുടെയും അഷണ്ടകളും കുടൽമാലകളും അത് ചാർത്തുകയും എന്നിട്ട് പരിഹസിക്കുകയും ചെയ്യുക. ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പാവങ്ങളായ ഒരുപാട് ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ആദ്യം എണ്ണപ്പെട്ട ധനികരായ ആളുകളും ഉണ്ടായിരുന്നു. ഈ പാവപ്പെട്ട ആളുകൾക്ക് തങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും നടപ്പിൽ വരുത്തുവാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അതെങ്ങാനും അവരുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വേളയിൽ തന്നെ അടിമകളായിരുന്നവർ. ബിലാൽ റളിയല്ലാഹു അൻഹു നമുക്കറിയാം, കാഫിരിയായ ആഫ്രിക്കൻ നീഗ്രോയായ ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു അടിമയായിരുന്നു. ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെ അടിമ. അദ്ദേഹം രഹസ്യമായി കൊണ്ട് നമസ്കരിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്യുന്ന വേളയിൽ അദ്ദേഹത്തിനെ അടിച്ച് പരുവത്തിലാക്കിയിരുന്നു. അടിക്കുക മാത്രമല്ല, അറേബ്യൻ മണലാര മണലാരനെ നമുക്കറിയാം, ചുട്ടുപൊള്ളുന്ന തീ 50-60 ഡിഗ്രി ചൂടിൽ ചുട്ടുപൊള്ളുന്ന മണലാരണത്തിൽ കിടത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുതുകിൽ പാറക്കല്ല് വെക്കുകയും നീ ഈ മാർഗത്തിൽ നിന്നും പിന്തിരിഞ്ഞിട്ടില്ല എങ്കിൽ അടിച്ച് പരവശനാക്കിക്കൊണ്ട് നിന്നെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി അദ്ദേഹം. പക്ഷേ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, താൻ മുറുകെ പിടിക്കുന്ന ഈ വിശ്വാസം എനിക്ക് എത്രമാത്രം പീഡനങ്ങളും മർദ്ദനങ്ങളും ഏൽക്കേണ്ടി വന്നാലും എനിക്കതൊരു പ്രശ്നമല്ല. അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും അഹദ് അഹദ്, അള്ളാഹു ഏകൻ ഏകൻ ഏകൻ. എപ്പോഴാണത് നാം ആലോചിക്കണം. നമ്മുടെ കാലഘട്ടത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ പറയാതിരിക്കില്ല വേദം. താൻ വിശ്വസിക്കുന്ന ആചാര സമ്പ്രദായങ്ങളെ
നിർവഹിക്കുവാൻ പരുവത്തിലുള്ള ഇത്രമാത്രം സമാധാനത്തോടു കൂടിയുള്ള ഒരു രാഷ്ട്രം ലോകത്ത് വേറെ ഇല്ല. അൽഹംദുലില്ലാഹ്, നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്രമാത്രം തങ്ങളുടെ ആചാര സമ്പ്രദായങ്ങൾ നിലനിർത്തിപ്പോരുന്ന വേറൊരു രാഷ്ട്രം അറബി രാഷ്ട്രം പോലുമില്ല. മുസ്ലിം രാഷ്ട്രങ്ങളിൽ പോലും ഇതുപോലെ നമ്മുടെ വിശ്വാസവും അതുപോലെ തന്നെ നമ്മുടെ ആദർശവും മൈക്കിലൂടെ പറയാൻ പറ്റൂല. ഗൾഫ് നാടുകളിൽ പോയ ആളുകൾക്കറിയാം, അവിടെയുള്ള ഭരണാധികാരികൾ എഴുതി കൊടുക്കുന്ന വാറോലകൾ വായിക്കാൻ വേണ്ടി മാത്രമേ അവർക്ക് സ്വാതന്ത്ര്യമുള്ളൂ. അവിടുത്തെ ഭരണത്തെയോ ഭരണകൂടത്തെയോ ഒക്കെ തന്നെ താങ്ങിക്കൊണ്ടായിരിക്കും അവിടെയുള്ള ഖുതുബകൾ നിർവഹിക്കുന്നത്. ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഔഖാഫ് എന്ന് പേരുള്ള കുറച്ച് കുഞ്ചിക സ്ഥാനത്തിരിക്കുന്ന കുറച്ച് ആളുകൾ എഴുതി കൊടുക്കുന്ന വാറോലകൾ അത് അറബിയിൽ മാത്രം വായിക്കുവാനുള്ള പെർമിഷൻ മാത്രമേ അവർക്കുള്ളൂ. നമുക്ക് അൽഹംദുലില്ലാഹ് നമ്മുടെ ആദർശം ആരുടെ മുമ്പിലും വെട്ടിത്തുറയാൻ പറയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇത് ഇന്ത്യ പോലുള്ള മഹാരാജ്യത്ത് നമുക്ക് നൽകിയ നമ്മുടെ ഭരണഘടനയാണ്. നാം ആലോചിക്കണം, എന്നിട്ട് പോലും മാന്യമായിട്ട് ഇഷ്ടം പോലെ ഓരോ ടൗണുകളിലും 4, 5, 6, 7 പള്ളികൾ ഇഷ്ടം പോലെ പണിതുകൊണ്ടിരിക്കുകയല്ലേ. പണിതുകൊണ്ട് അലങ്കാരത്തോടു കൂടി ഇരിക്കുന്നു. പക്ഷെ അതിലേക്ക് നമസ്കരിക്കാൻ ആളില്ല. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാണ് ഓവറായിട്ട്. നേരെ മറിച്ച് അത് കിട്ടാത്ത എത്രയോ ഏരിയകൾ, ദേശങ്ങൾ, രാഷ്ട്രങ്ങൾ ഇന്നും ലോകത്തുണ്ട്. നാം മനസ്സിലാക്കേണ്ടതാ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് കിട്ടിയ ഈ സ്വാതന്ത്ര്യം വേറൊന്നിനും വിനിയോഗിക്കേണ്ട ആവശ്യമില്ല. മറ്റ് വിഭാഗങ്ങൾക്കെതിരിലോ മറ്റ് ജാതികൾക്കെതിരിലോ മറ്റ് മതക്കാർക്കെതിരിലോ നമ്മൾ ശബ്ദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നന്നാവണം. ആദ്യം നമ്മൾ നന്നാവണം, എന്നിട്ട് മറ്റാളുകളെ നന്നാക്കാൻ നമുക്ക് അർഹതയുള്ളൂ. അപ്പം പറഞ്ഞു വരുന്നത്, മാന്യമായിട്ടൊന്ന് നമസ്കരിക്കാൻ വരെ കഴിയാത്ത അവസ്ഥയിൽ പ്രവാചകനും അനുയായികളും ഞെരിപിരി കൊള്ളുകയായിരുന്നു. ഇനി എന്തു ചെയ്യും? തങ്ങൾ വിശ്വസിക്കുന്ന ഈ ആദർശം മാന്യമായിട്ടൊന്ന് പറയുവാൻ വരെ സ്വാതന്ത്ര്യമില്ലാത്ത മക്കയിൽ നിന്ന് ഇത് എവിടെയാണ് ഉള്ളത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നുബുവത്ത് ലഭിച്ച് 5 വർഷം മുതൽ തന്നെ അദ്ദേഹം ആലോചന തുടങ്ങിയിരുന്നു. ഈ ഇസ്ലാമിന് വളക്കൂറുള്ള മണ്ണ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം. അങ്ങനെ അന്വേഷിക്കുന്ന ഇടയിലാണ് അദ്ദേഹത്തിന് ചില ദേശങ്ങളെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാകുന്നത്. അങ്ങനെ നുബുവത്തിൻ്റെ 5-ാം വർഷത്തിൽ അങ്ങ് ആഫ്രിക്കയിലുള്ള അഗുസ്തീനിയ എന്ന ദേശം പ്രവാചകൻ കാണുകയാണ്. നേഗസ് എന്ന രാജാവായിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. ക്രിസ്ത്യാനിയായിരുന്നു അദ്ദേഹം. ആഫ്രിക്കൻ വൻകരയിലുള്ള എത്യോപ്യ എന്ന ദേശത്തുള്ള ഒരു രാജ്യത്ത് നേഗസ് നജാഷി എന്ന പേരുള്ള ഒരു മഹാനായ ഒരു രാഷ്ട്രത്തലവനുണ്ട്. അദ്ദേഹം ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന ആളായിരുന്നു. അവിടെ അല്പം സമാധാനവും ശാന്തിയും ഉണ്ട് എന്ന് മഹാനായ പ്രവാചകൻ അറിയാനിടയായി. അങ്ങനെ അദ്ദേഹം നോക്കി നിന്നില്ല. താൻ വിശ്വസിക്കുന്ന ആദർശം ഈ മക്കയിലോ അതല്ലെങ്കിൽ അറേബ്യൻ ദേശത്തോ ഇനി ഒരിക്കലും വളരുകയില്ല. അത്രയ്ക്ക് പ്രയാസമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം ഏതാനും ആളുകളെ, ഏകദേശം 11 പുരുഷന്മാരും 4 സ്ത്രീകളും അടങ്ങുന്ന ഒരു സംഘം അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. എന്തിനു വേണ്ടിയെന്നറിയോ? മാന്യമായിട്ട് നമസ്കരിക്കാൻ വേണ്ടി, തങ്ങളുടെ ആദർശം ഒന്ന് പറയാൻ വേണ്ടി, ഒന്ന് നിർവൃതി അടയാൻ വേണ്ടി. അത്രയ്ക്ക് പ്രയാസത്തിലായിരുന്നു. അങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ 11 പുരുഷന്മാരും 4 സ്ത്രീകളും അടങ്ങുന്ന ഒരു സംഘം എത്യോപ്യയിലേക്ക് പോയത്. അങ്ങനെ അവിടെ തങ്ങളുടെ ആചാര സമ്പ്രദായങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്ന് കേട്ട അവസരത്തിൽ ഖുറൈശികൾ എന്ത് ചെയ്തു? അടങ്ങിയിരുന്നില്ല. ഇങ്ങനെ പോയാൽ മുസ്ലിങ്ങൾ വളരും, വീണ്ടും എത്യോപ്യയിലേക്ക് ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അവരുടെ തളർച്ചയാണ് നമുക്ക് ആവശ്യം എന്ന് വിചാരിച്ചുകൊണ്ട് നജാഷിയുടെ അടുക്കലേക്ക് അവർ ഒരാളെ പറഞ്ഞേക്കാണ്. ഒരാളുടെ നേതൃത്വത്തിൽ അംബ്രൂൻ അബ്ദുല്ലാഹിബ്നു അംബ്രൂൻ ആസ്. അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്നിരുന്നില്ല, പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട്
ഇവര് നജ്ജാശിയുടെ മുമ്പിൽ സമാധാനത്തോട് കൂടി കഴിഞ്ഞിരുന്ന മുസ്ലിങ്ങളെ ഇവിടെ നാശം വിതക്കാൻ വേണ്ടി വന്നവരാണ്. അവർ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പണിയെടുക്കുന്നവരായിരുന്നു. അവരിങ്ങോട്ട് ചേക്കേറിയിരിക്കുകയാണെന്ന് പറയുകയാണ്. ഈ അവസരത്തിൽ രാജാവ് എന്ത് ചെയ്തു? എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും പെട്ടെന്ന് പിടിച്ച് അവർ ജയിലടക്കുന്ന ഒരു ആളായിരുന്നില്ല നജ്ജാശി. അദ്ദേഹം ഒരു മഹാനായിരുന്നു, വേദങ്ങളെക്കുറിച്ച് പഠിച്ച് പണ്ഡിതനായിരുന്നു, അതോടൊപ്പം രാജ്യത്തിലെ ഭരണാധികാരിയുമായിരുന്നു. അങ്ങനെ മുസ്ലിങ്ങളെ വിളിച്ചു വരുത്തി. ജഅഫർ ഇബ്നു അബീ ത്വാലിബ്, പ്രവാചകന്റെ പിതൃവിന്റെ മോനായ ജഅഫർ റളിയല്ലാഹു അൻഹു ആയിരുന്നു അവരുടെ നേതാവ്. അങ്ങനെ ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തി. ജഅഫർ റളിയല്ലാഹു അൻഹു രാജാവിനോട് ചെയ്തൊരു പ്രസംഗമുണ്ട്. തങ്കലിപികളിൽ ഇന്നും ലോകത്തിന്റെ ചരിത്രത്താളുകളിൽ അത് ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ജഅഫർ റളിയല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അല്ല ജഅഫറെ, ഇങ്ങനെയൊക്കെയാണല്ലോ ഇവർ പറയുന്നത്, നിങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളായിരുന്നു എന്നൊക്കെ തന്നെ അന്വേഷിക്കുകയാണ്. ഈ അവസരത്തിൽ അദ്ദേഹം പറയുകയാണ്, അയ്യുഹൽ മലിക്, അല്ലയോ രാജാവേ, കുന്ന ഖൗമൻ അബ്ലുൽ ജാഹിലിയ, ഞങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിലെ ബുദ്ധിയും വിവേകവും ഇല്ലാത്ത ഒരു കൗമായിരുന്നു. എന്താ ഞങ്ങൾ ചെയ്തിരുന്നത്? നഅ്ബുദുൽ അസ്നാമ, ബിംബങ്ങളുടെ മുമ്പിൽ സുജൂദ് ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്തിരുന്നത്. വനഅ്കുലുൽ മൈതത, ശവങ്ങൾ ഞങ്ങൾ തിന്നിരുന്നു. വനഅത്തിൽ ഫവാഹിഷ, മ്ലേച്ഛമായ കാര്യങ്ങൾ മാത്രമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. വനഖ്തഉൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ ഞങ്ങൾ മുറിച്ചിരുന്നു. കുടുംബബന്ധം ഞങ്ങൾക്കൊരു പ്രശ്നം തന്നെ ആയിരുന്നില്ല. മാത്രമല്ല വനസിയൽ ജിവാർ, അയൽവാസികളെയൊക്കെ ഞങ്ങൾ മറന്നിരുന്നു, അവരെയൊന്നും പരിഗണിച്ചിരുന്നില്ല. അതുപോലെ തന്നെ യഅ്കുൽ ഖവിയ്യു മിന്നൽ ലഈഫു, ബലഹീനരായ ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞുകൂടിയിരുന്നത്. ഇങ്ങനെ അവിടെയുള്ള അവസ്ഥകളെ, എല്ലാ അവസ്ഥകളും പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു ആരാധനാകാര്യം മാത്രമല്ല, ബിംബങ്ങൾ ആരാധിക്കുന്ന കാര്യം മാത്രമല്ല, അവരുടെ സാമൂഹിക അവസ്ഥകളെ മൊത്തത്തിൽ രാജാവിന് വർണ്ണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയാണ്, അങ്ങനെ ഇരിക്കെയാണ് ഞങ്ങളുടെ ഇടയിൽപ്പെട്ട ഒരു വ്യക്തിയെ തന്നെ റസൂലായിക്കൊണ്ട്, ദൂതനായിക്കൊണ്ട് ഞങ്ങളുടെ ഇടയിലേക്ക് പറഞ്ഞയക്കുന്നത്. എന്നിട്ടോ അദ്ദേഹം ഒരു സാധാരണക്കാരനല്ല. അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം ഞങ്ങൾക്കറിയാം. നല്ല കുടുംബത്തിലാണ്, ഖുറൈശി ഗോത്രത്തിലാണ്. അദ്ദേഹത്തിന് സിദ്ഖറിയാം, സത്യസന്ധനാണ് അദ്ദേഹം. 40 വയസ്സ് വരെ ഞങ്ങൾ ഈ മുഹമ്മദ് എന്ന ആളെ വിളിച്ചിരുന്നത് അല്ലമീൻ എന്നായിരുന്നു, വിശ്വസ്തൻ എന്നായിരുന്നു. നമുക്കറിയാം, അറബികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്ത് ഒരു വ്യക്തിയിലുണ്ട് എങ്കിലും ആ വ്യക്തിക്കുള്ള സ്വഭാവമായിരിക്കും അവർ വിളിക്കുക. കള്ളനാണെങ്കിൽ കള്ളൻ തന്നെ വിളിക്കും, ചതിയനാണെങ്കിൽ ചതിയൻ തന്നെ വിളിക്കും, വിശ്വസ്തനാണെങ്കിൽ വിശ്വസ്തൻ തന്നെ വിളിക്കും, ആരെയും പേടിക്കൂല. അങ്ങനെ 40 വയസ്സ് വരെ മുഹമ്മദിനെ ഞങ്ങൾ വിളിച്ചിരുന്നത് സത്യസന്ധനായ മനുഷ്യൻ എന്നാണ്. ഒരുപാട് രംഗങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു യുവാവായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം ഞങ്ങൾക്കറിയാം, അദ്ദേഹത്തിന് സത്യസന്ധത അറിയാം, അദ്ദേഹത്തിന് അമാനത്തുകൾ അറിയാം. എന്താ അമാനത്തെന്നറിയോ? ഈ ശത്രുക്കളുടെ ധനം മുഴുവൻ സൂക്ഷിച്ചു വെച്ചിരുന്ന വ്യക്തിയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകനെ എതിർക്കുന്ന എതിരാളികളുടെ സമ്പത്ത് സൂക്ഷിച്ചു വെക്കാൻ ഏൽപ്പിച്ചിരുന്നത് മഹാനായ പ്രവാചകനെയായിരുന്നു. അമാനത്തിന്റെ വിശ്വസ്തയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചാൽ, അത് സമ്പത്താവട്ടെ എന്താവട്ടെ ഏത് കാര്യമാണെങ്കിലും അദ്ദേഹം വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തിരുന്നു. ഞങ്ങൾക്കിടയിലുണ്ടാകുന്ന തർക്കങ്ങളും കുതർക്കങ്ങളും അതുപോലെ തന്നെ അടിപിടി കേസുകളും ഒക്കെ തന്നെ മാന്യമായ രൂപത്തിൽ സുൽഹ് ചെയ്തിരുന്നത്, അത് പരിഹരിച്ചിരുന്നത് ഇദ്ദേഹമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങൾക്ക് എല്ലാം അറിയാം. അങ്ങനെയുള്ളൊരു വ്യക്തി അങ്ങനെ അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക് ഞങ്ങളെ അദ്ദേഹം ക്ഷണിച്ചു. അവന് മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, അവന്റെ മുമ്പിൽ മാത്രമേ നിങ്ങൾ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ, അവനോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ.
അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹം പറയാണ്. അവിടുത്തെ പശ്ചാത്തലങ്ങൾ മുഴുവൻ അങ്ങനെ പരിശുദ്ധമായ ഒരു ദീനിനെ അദ്ദേഹം ഇങ്ങോട്ട് കൊണ്ടുവന്നു. അത് ഞങ്ങൾ വിശ്വസിച്ചു. പക്ഷേ ഞങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് കൊണ്ട് ഇവിടെ ജീവിക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെ ഞങ്ങളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് ഞങ്ങളോട് പോരാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ അവസരത്തിൽ അദ്ദേഹം പറയുകയാണ്, രാജാവ് ചോദിച്ചു, നിങ്ങളുടെ അടുക്കൽ എന്തെങ്കിലും പ്രമാണങ്ങളുണ്ടോ, രേഖകളുണ്ടോ, തെളിവുകളുണ്ടോ? അപ്പൊ ജാഫർ റളിയല്ലാഹു അൻഹു സൂറത്തു മറിയമിലെ ഏതാനും ഭാഗങ്ങൾ അങ്ങനെ മറിയം ബീവിയുടെ അദ്ദേഹത്തിൻ്റെ അവരുടെ കുടുംബ പശ്ചാത്തലവും ഈസാ നബി അലൈഹി ഇസ്ലാമിയുടെ മോചിതത്വം അദ്ദേഹത്തിൻ്റെ ജനനവും തുടങ്ങിയുള്ള സൂറത്ത് മറിയമിലെ ആ ഭാഗങ്ങളെ ഒരു 1.5 പേജ് ജാഫർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പാരായണം ചെയ്ത് കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും ധാരകൾ ഒഴുകുകയാണ്. എന്താ കാരണം എന്നറിയോ? അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ഈസാ അലൈഹി ഇസ്ലാമിനെ വിശ്വസിക്കുന്ന ഒരു മഹാനായിരുന്നു. അദ്ദേഹത്തിന് അറിയാൻ ഈ സംഭവങ്ങൾ. എങ്ങനെയാണ് ഈസാ അലൈഹി ഇസ്ലാമിയുടെ ജനനം മുഅ്ജിസത്താണല്ലോ, പിതാവില്ല. അതിനും വേണമെങ്കിൽ അള്ളാഹു കഴിയും. ആ സംഭവ പശ്ചാത്തലം അങ്ങനെ പാരായണം ചെയ്ത അവസരത്തിൽ ക്രിസ്ത്യാനിയായിരുന്ന അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും ധാരകൾ ഒഴുകുകയാണ്. അദ്ദേഹം പറയാണ്, അദ്ദേഹം ഇപ്പോൾ പാരായണം ചെയ്തത് ഞാൻ വിശ്വസിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുറൈശികളെ അവിടെ നിന്ന് മടക്കി വിടുകയാണ്. ഹാളിൽ നിന്നും എല്ലാ ആളുകളും കൊണ്ട് ഇഷ്ടം പോലെ, ആ സദസ്സിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട്. അവിടെ ഇടയിൽ നിന്നാണ് രാജാവ് പ്രഖ്യാപിക്കുന്നത്, നിങ്ങൾ കള്ളമാണ് പറയുന്നത്. അദ്ദേഹം കൊണ്ടുവന്നതും ഈസാ കൊണ്ടുവന്നതും ഒരേ പ്രകാശത്തിൽ നിന്നാകുന്നു എന്ന്. അങ്ങനെ അവിടെ നിന്ന് പിരിഞ്ഞു. വീണ്ടും പറയാം, വീണ്ടും രാജാവിനെ സമീപിക്കുകയാണ് ചെയ്യുന്നത്. മൂസ അലൈഹി സ്വലാം കൊണ്ടുവന്ന അതേ ദീൻ തന്നെയാണ്. വഖാൽ നജ്ജാശി ഈ അബ്ദുല്ലാഹ് ഇബ്നു റബിയ വഅംറു അല്ലാസ് ഇൻതലിഖു ഫവല്ലാഹി ലാ ഉസല്ലിമുഹും ഇലൈക്കും അബദാ. അല്ലാഹുവാണ് സത്യം, നിങ്ങൾക്ക് ഇവരെ വിട്ടുതരികയില്ല എന്ന്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ കഴിഞ്ഞു പോയി വീണ്ടും ചോദിക്കുകയാണ്. വീണ്ടും ഇവർ കുതന്ത്രമുണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ്. എന്താ പറഞ്ഞറിയോ? എന്നാൽ ഈസാ അലൈഹി ഇസ്ലാമയിലുള്ള വിശ്വാസം നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ്. അപ്പൊ ജാഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈസാ അലൈഹി ഇസ്ലാം അള്ളാഹുവിൻ്റെ ദൂതനും പ്രവാചകനുമാണ് എന്നാണ് ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നേരെ മറിച്ച് ക്രിസ്ത്യാനിയുടെ വിശ്വാസപ്രകാരം അന്നത്തെ പല ക്രിസ്തീയ വിശ്വാസം ആചാരങ്ങളും ഇതിൽ നിന്ന് മാറിയിരുന്നില്ല എന്ന ചരിത്രം പറയുന്നത്. അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ നിന്നും മാറാത്ത ഒരുപാട് ആളുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതിനെക്കുറിച്ചുള്ള അദ്ദേഹം ഓതിയ ആ പാരായണങ്ങൾ ഇങ്ങനെ തികട്ടി വരികയാണ്. അവസാനം അദ്ദേഹം മുസ്ലിമായി എന്ന് ചരിത്രം പറഞ്ഞു വരുന്നത്, എവിടെയാണ് മുസ്ലിങ്ങൾക്ക് ഒരു തുണയുള്ളത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് വീണ്ടും ഒരുപാട് കാലങ്ങൾ വരെ, ഏകദേശം മദീനയിലെ ഹിജ്റ വരെ പ്രവാചകന്റെ അനുയായികളെ ഒരുപാട് ആളുകൾ, പിന്നീട് ഇഷ്ടം പോലെ എണ്ണം കൂടി, ഏകദേശം 80-90ഓളം ആളുകൾ, ചരിത്രകാരന്മാർ പ്രകാരം 80-90ഓളം ആളുകൾ അങ്ങോട്ട് യാത്ര ചെയ്തിട്ടുണ്ട് എന്നാണ്. എന്തിനു വേണ്ടി? അതാണ് നമ്മുടെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി വന്നാൽ എനിക്കെൻ്റെ കുടുംബം പ്രശ്നമല്ല, എൻ്റെ ബാക്കിയുള്ള ഒന്നും പ്രശ്നമല്ല, എൻ്റെ കച്ചവടം പ്രശ്നമല്ല, ബിസിനസ് പ്രശ്നമല്ല, ആചാരങ്ങൾ പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നാടും വീടും കുടുംബവും എല്ലാം ഇട്ടേച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ടാണ് ഈ യാത്ര എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളോടൊക്കെ പോകാൻ വേണ്ടി പറഞ്ഞാ എൻ്റെ കുട്ടികള്, എൻ്റെ മക്കള്, എൻ്റെ കച്ചവടം, എൻ്റെ ഏർപ്പാടുകൾ, ഇതൊക്കെ പേര് ഞാൻ എങ്ങനെ പോവുക? ഹജ്ജിന് പോകുന്ന വേളയിൽ നമുക്ക് ഹജ്ജ് എന്ന് പറഞ്ഞ ഒരു ഹിജ്റ എന്നാണ്. ഹജ്ജിന് പോകുന്ന വേളയിൽ തന്നെ പല ആളുകളും പറയാറുണ്ട്, എങ്ങനെ ഇപ്പം എൻ്റെ കച്ചവടം ഓനെ ഏൽപ്പിക്കുക, കച്ചവടത്തിൽ ഓനെ കാണും വഞ്ചന ചെയ്താലോ, ഓൻ്റെ മോനൊക്കെ തന്നെയാണ്, പക്ഷെ എനിക്ക് ഓന് വിശ്വാസമല്ല.
മക്കളെ ഒരു വിശ്വാസമില്ല. ഹജ്ജിന് പോകുമ്പോഴേ കച്ചവടത്തിൻ്റെ ഏർപ്പാട് ആ തലപ്പത്ത് ആരെങ്കിലും ഇരുത്തണമല്ലോ, കച്ചവടം നടന്നു പോകണ്ടേ. എന്നിട്ട് സ്വന്തം മക്കളെ വിശ്വാസമില്ലാത്തൊരവസ്ഥ ഇന്ന് കാലഘട്ടം അങ്ങനെയാണ്. എന്നിട്ട് ഇങ്ങനെയുള്ള ഒരേ വിവാഹത്തിന് വേണ്ടി പോകാൻ മടി. എന്നാൽ നമ്മോടൊക്കെ ഒന്ന് നിങ്ങളൊക്കെ ഈ അച്ഛൻ കോവിലൊക്കെ ഒന്ന് വിട്ടു പോകണം എന്ന് അള്ളാഹിൻ്റെ റസൂൽ പ്രകാരം അള്ളാഹിൻ്റെ കൽപ്പനയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ജുമക്കനെ മാന്യമായിട്ട് വരുന്നില്ല. പറയാതിരിക്കുക ഭേദം, മുണ്ടാതിരിക്കാൻ നല്ലത്. കൂടുതൽ പറയാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ വീണ്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കാലാകാലം വസിക്കുവാൻ യോജ്യമല്ല. വീണ്ടും ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഇൻഷാ അല്ലാഹ് അതിനിടയ്ക്ക് നമ്മൾ നേരത്തെ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തിരുന്ന വിഷയം മറ്റൊരു അവസരത്തിൽ എടുക്കും ഇൻഷാ അല്ലാഹ്. ഈ ഒരു സംഭവ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടുന്ന മറ്റൊരു വിഷയം കൂടി ഇന്ന് കടന്നു പോവുകയാണ്. അതാണ് നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ടത്. ഈ മാസത്തിൽ പ്രത്യേകം ഒരുപാട് സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ ഈ മുഹറം മാസത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും പരമപ്രധാനം നമുക്കറിയാം, വൈദ് നജ്ജൈനാകും മിൻ ആലി ഫിർഔന. മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാം. കഥകളെ വിശദീകരിക്കാൻ സമയമില്ല. മൂസ അലൈഹിസ്സലാമയുടെ നമുക്കറിയാം ഈജിപ്തിന്റെ അന്നത്തെ അവസ്ഥ. ഫറോവമാർ, റംസേസ് രണ്ടാമൻ, ചരിത്ര വിദ്യാർത്ഥികൾക്കറിയാം. ഏകദേശം 1500-ന്റെയും 2000-ന്റെയും ഇടയിൽ, ബിഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവർഷത്തിന് മുമ്പുള്ള സംഭവമാണ്. ആ മിസ്ർ എന്നുള്ള ദേശവും ആ രാജ്യവും അടക്കി വാണിരുന്ന ഒരു സ്വേച്ഛാധിപതിയായിരുന്നു ഫറോവമാരെ. എന്നിട്ട് പാവപ്പെട്ട ആളുകളെ ചൂഷണത്തിന് വിധേയമാക്കുക. ബനി ഇസ്രായേൽ സന്തതികളെ 2-3 ജാതികളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് നല്ല ഉയർന്ന കുലജാതികൾ, അവർ വെറും സുഖിയന്മാരും കുടിയന്മാരും ഭോഗികളും ഒക്കെ തന്നെ ഇങ്ങനെ വസിക്കുക. അവർ രാജാക്കന്മാരൊക്കെ അവിടെ നിന്ന് ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ള ചിന്താഗതി. മറ്റൊരു വിഭാഗം താഴ്ന്ന ജാതിക്കാരായ ആളുകളെ, അവർ വെറും വേല. ഈ ഉയർന്ന ജാതിക്കാരായ ആളുകളുടെ വേലയും അതുപോലെ അടിമപ്പണിക്കാരുമായിരുന്നു ബനി ഇസ്രായേലുകളെ. അള്ളാഹുവിന്റെ തീരുമാനം വന്നു. അള്ളാഹ് ഉദ്ദേശിച്ചു ഈ താഴ്ന്ന ജാതിക്കാരായ ആളുകളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ. അങ്ങനെയാണ് മൂസ അലൈഹിസ്സലാം എങ്ങനെ ആ കാലഘട്ടത്തിൽ സ്വപ്നം കാണാൻ രാജാവ്, ഇവിടെ വിശദീകരിക്കാൻ സമയമില്ല, സ്വപ്നം കാണുന്ന കൂട്ടത്തിൽ തൻ്റെ സിംഹാസനം ബനി ഇസ്രായേലുകൾപ്പെട്ട ഒരു ചെറുക്കൻ, ഒരു ആൺ പിറന്നവൻ തകർക്കുന്ന ഒരു സ്വപ്നമാണ്. അതിനുശേഷം ഫിർഔന്റെ കൽപ്പന എന്താ? ബനു ഇസ്രായേലുകൾക്ക് ഉണ്ടാകുന്ന മുഴുവൻ ആൺമക്കളെയും കൊല്ലുക. 1 വർഷം കൊല്ലുക. 1 വർഷം ജീവിക്കാൻ വിടുക എന്ന് പറഞ്ഞാൽ കൊല്ലാതിരിക്കുക. എന്തിനെന്ന് വെച്ചാൽ അവർക്ക് അടിമകൾ വേണമല്ലോ. ഈ ഫറോവമാർക്കും അവരുടെ വംശത്തിൽപ്പെട്ട ആളുകൾക്കും കൂലിക്കാർ പണിക്കാർ വേണം. അതുകൊണ്ട് മുഴുവൻ കൊല്ലൂല. 1 വർഷം കൊല്ലുക, 1 വർഷം വെറുതെടുക. അങ്ങനെ മൂസ അലൈഹിസ്സലാമയുടെ മാതാവ് സ്വപ്നം കാണുന്ന ചരിത്രം വിശദീകരിക്കാൻ സമയമില്ല. അങ്ങനെ സ്വപ്നം കണ്ട് ഒരു പെട്ടിയിലാക്കി നൈൽ നദിയിൽ ഒഴുക്കുന്ന സംഭവം നമ്മളൊക്കെ കേട്ടിരിക്കും. അങ്ങനെ ചുരുക്കത്തിൽ ആരെയാണോ നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഉദ്ദേശിച്ചത് ആ ആളുടെ കൊട്ടാരത്തിൽ തന്നെ മൂസ അലൈഹിസ്സലാം വളരുകയാണ്. അങ്ങനെ വളർന്ന് അവസ്ഥയും കാലൊക്കെ ഈ ബനി ഇസ്രായേലുടെ അവസ്ഥകളൊക്കെ തന്നെ മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് നാട് വിടുകയാണ്. അവിടെ ഹിജ്റയുടെ സംഭവം. അവിടെയും മദീനയിലേക്ക് മൂസ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പനയോടുകൂടി ഹിജ്റയിൽ പോവുകയാണ്. ഏകദേശം 10 വർഷത്തോളം മദീനയിൽ താമസിച്ചു. അങ്ങനെ മടങ്ങി വന്നു. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഫിർഔനെ ഹിദായത്തിലേക്ക് വിളിക്കേണ്ടതുണ്ട്. നേരായ മാർഗം ഇന്നതാണ്, ഈ സ്വേച്ഛാധിപതിയാണ് എന്ന് തുടങ്ങുന്ന ഒരുപാട് സംഭവങ്ങൾ ഖുർആനിലുണ്ട്. അത് വിശദീകരിക്കാൻ സമയമില്ല. ചുരുക്കത്തിൽ മൂസ അലൈഹിസ്സലാമയും അദ്ദേഹത്തിന്റെ അനുയായികളോടും അവസാനം നൈൽ നദീ തീരം കടക്കുവാനും അല്ലെങ്കിൽ ചെങ്കടൽ കടക്കുവാനും അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. ഏതായിരുന്നാലും വൈദ് ഫറഖ്നാ ബികുമുൽ ബഹ്റ വൈദ് നജ്ജൈനാകും മിൻ ആലി ഫിർഔന, ഫിർഔനിന്റെ കൊടുംഭീകരമായ കൃത്യത്തിൽ നിന്നും ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ എന്ന് ബനി ഇസ്രായേലുകളോട് അല്ലാഹ് ചോദിക്കുകയാണ്. യസൂമൂനക്കും സൂഅൽ അദാബി, നിങ്ങളെ മ്ലേച്ഛമായ കഠിനമായ ശിക്ഷ അനുഭവിപ്പിക്കുകയായിരുന്നു. യുദബ്ബിഹൂന അബ്നാഅക്കും വയസ്തഹീന നിസാഅക്കും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങളുടെ ആൺമക്കളൊക്കെ തന്നെ വധിച്ചു കളയുക, പെൺമക്കളെ ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു ഫറോവമാർ ഇവിടെ വന്നിരുന്നു.
അങ്ങനെ അവരുടെ ഉപദ്രവത്തിൽ ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ? എങ്ങനെ രക്ഷപ്പെടുത്തി? ഉണ്ടോ അള്ളാഹുവിന്റെ മോചിതത്തെ. വിശ്വാസം ആര് മുറുകെ പിടിക്കുന്നുവോ അവരെ ആര് എതിർത്താലും അള്ളാഹു അവരെ രക്ഷപ്പെടുത്തും എന്നുള്ളതിന്റെ ഒന്നാം തരം തെളിവ്. മൂസാ അലൈഹിസ്സലാമിയും അനുയായികളും ചെങ്കടൽ കടക്കുന്ന വിവരം ഫിറഔനും അദ്ദേഹത്തിന്റെ വമ്പിച്ച സൈന്യവും, കുട്ടിക്ക് ചെറിയ ചെറിയ ചില്ലറ സൈന്യമല്ല, ഇന്നത്തെ അമേരിക്ക പോലെയുള്ള വൻകിട സൈന്യത്തിന്റെ ഉടമയായിരുന്നു ഫറോവ എന്നാണ് ഫിറഔൻ, റംസീസ് രണ്ടാമൻ. അങ്ങനെ മൂസയും അനുയായികളും ചെങ്കടലിൽ വിടാൻ തീരുമാനിച്ചിരിക്കുന്നു. അവരെ പിന്നാലെ കൂടുകയാണ്. തൻ്റെ സൈന്യവും ആളും ആരവും എല്ലാം തന്നെ ഉപയോഗിച്ച് മൂസ അലൈഹി ഇസ്ലാമിന്റെ പിന്നാലെ പോയി ചെങ്കടലിന്റെ തീരത്തെത്തി. നാം ആലോചിക്കേണ്ടതുണ്ട്. മൂസ അലൈഹി ഇസ്ലാമയും അനുയായികളും, മൂസ അലൈഹി ഇസ്ലാമൊക്കെ എന്തായിരുന്നാലും വിശ്വാസം ഉണ്ടായിരുന്നു, തങ്ങളെ അള്ളാഹു രക്ഷപ്പെടുത്തും എന്നുള്ള വിശ്വാസം. അങ്ങനെ അനുയായികൾക്ക് സംശയം ഉണ്ടായി. മുമ്പിൽ നോക്കുമ്പോൾ ചെങ്കടല്, പിറകിലേക്ക് നോക്കുമ്പോൾ എന്താ കാണണമെന്നറിയോ? കൊടും ഭീകരമായ സൈന്യം, ഫിറഔന്റെ സൈന്യമാണ്. ഞങ്ങൾ എന്ത് ചെയ്യും മൂസാലെ എന്ന് ചോദിച്ചു പല ആളുകളും. നിങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ? നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഇല്ല ആളുകൾ മാത്രം എൻ്റെ പിന്നാലെ കൂടിയാൽ മതി, അദ്ദേഹം പറയാണ്. അങ്ങനെ അവസാനം ചുരുക്കത്തില് അള്ളാഹു രക്ഷപ്പെടുന്ന കോലം നാം ആലോചിക്കേണ്ടതില്ല. അദ്ദേഹത്തിന്റെ മോചിതത്തിൽപ്പെട്ട ഒന്നായിരുന്നു അദ്ദേഹം നൽകിയ വടി. ആ വടി കൊണ്ട് സമുദ്രത്തിൽ അടിക്കുകയും അങ്ങനെ ഒരു റോഡ് രൂപത്തിലെ വെള്ളം ഇരുഭാഗങ്ങളിലേക്ക് മാറി നിൽക്കുകയും ചെയ്തു. ഇതൊക്കെ ചരിത്രം ഇന്നത്തെ ഗവേഷകന്മാർ കണ്ടുപിടിച്ച കാര്യമാണ്. അള്ളാഹുവിനെ തൻ്റെ അടിമകളെ, വിശ്വാസികളെ രക്ഷപ്പെടുന്ന രൂപമാണ് നാം പറഞ്ഞു വരുന്നത്. അങ്ങനെ നല്ല സുന്ദരമായ റോട്ടിലൂടെ മൂസയും അനുയായികൾ, മൂസ അലൈഹി ഇസ്ലാമി അനുയായികളും കടക്കുകയാണ്. പിന്നാലെ തന്നെ ഫിറഔനും അദ്ദേഹത്തിന്റെ സൈന്യവും ഇറങ്ങി. ഏകദേശം മൂസ അലൈഹി ഇസ്ലാമയും അനുയായികളും ചെങ്കടൽ തീരം കടന്ന് അക്കരെ എത്തിയപ്പോൾ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം വടി കൊണ്ട് വീണ്ടും അടിച്ചു. സമുദ്രമത പഴയ രൂപത്തിൽ തന്നെ. നാം മനസ്സിലാക്കേണ്ടത് യാഥാർത്ഥ്യമാണ് എന്ന് 18-ാം നൂറ്റാണ്ടിലാണ് കണ്ടെത്തുന്നത്. റംസീസ് രണ്ടാമനെ കടലിൽ നിന്നും കണ്ടെത്തുന്നു. ഇതൊക്കെ ഖുർആൻ തെളിവാണ്. ഖുർആൻ അള്ളാഹുവിൻ്റെതാണ് എന്നും തെളിവല്ലാതെ ഒരു നിരക്ഷരനായ പ്രവാചകന്റെ നാവിലൂടെ ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും വരില്ലല്ലോ. ഇന്ന് ലോകാവസാനം വരെ ഞാൻ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒരു ദൃഷ്ടാന്തമെന്നോണം നിലനിർത്തും എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായിരുന്നു. ആ കൽപ്പന പ്രകാരം 16-17 നൂറ്റാണ്ടുകളിൽ റംസീസ് രണ്ടാമന്റെ ജഡം ഇന്നും ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ കിടക്കുന്നു. ഒരു മരുന്നുമില്ലാതെയാണ് അദ്ദേഹത്തിന്റെ ജഡം ഇങ്ങനെ കിടക്കുക. അള്ളാഹുവിന്റെ കൽപ്പനയാണത്. അങ്ങനെയുള്ള മൂസ അലൈഹി ഇസ്ലാമയും അനുയായികളെയും രക്ഷപ്പെടുത്തുന്ന ദിവസമാണ് മുഹറം 10. നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. മൂസ അലൈഹി ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മളൊക്കെ അംഗീകരിക്കുന്ന പ്രവാചകനാണ്. അങ്ങനെ ഇതിനോടനുബന്ധിച്ച് മദീനയിലുള്ള ജൂതന്മാർ നോമ്പെടുത്തിരുന്നു. അങ്ങനെ നിങ്ങൾ എന്തിനാണ് നോമ്പെടുത്തതെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. ഇങ്ങനെയുള്ള മൂസ വന്നിരുന്നു, മൂസ എന്ന പ്രവാചകൻ വന്നിരുന്നു, അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയ ദിനമാണെന്ന്, അതുകൊണ്ട് ഞങ്ങൾ നോമ്പെടുത്തിരുന്നു. അതുകൊണ്ട് ആ അവസരത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ മൂസ അലൈഹി ഇസ്ലാമയോട് നിങ്ങളെക്കാൾ ബന്ധം എനിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ബന്ധം അനുസ്മരിക്കുവാൻ വേണ്ടി പ്രവാചകനും അനുയായികളും നോമ്പെടുക്കുകയും, എന്നിട്ട് പ്രവാചകനും അനുയായികളും പ്രവാചകൻ പ്രഖ്യാപിക്കുകയാണ്, നിങ്ങളിൽ നിന്ന് വിഭിന്നമാകാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം എൻ്റെ ആയുസ്സുണ്ട് എങ്കിൽ ഞാൻ 9 നോൽക്കും 10 നോൽക്കും. മുഫസ്സിറുകളെ രേഖപ്പെടുത്തുന്നു ആ വർഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്നാണ്. അങ്ങനെ 10ാമത്തെ മുഹറം 10 നോമ്പ് പ്രവാചകനും അനുയായികൾ നോൽക്കുകയും പ്രവാചകന്റെ മരണത്തിന് ശേഷം പ്രവാചകന്റെ വാക്ക് അംഗീകരിച്ചുകൊണ്ട്
മുഹറം 9ഉം 10ഉം നോമ്പായിക്കൊണ്ട് അനുസ്മരിക്കുകയും ചെയ്യുന്ന ഒരു മഹാസംഭവമാണ് ഈ മുഹറം 9ഉം 10ഉം. അതുകൊണ്ട് അത് കുട്ടിക്കളിയല്ല. ആയുസ്സും ആരോഗ്യവും നോമ്പ് നോൽക്കുവാനുള്ള കഴിവുള്ള ആളുകളെ പ്രവാചകന്റെ വാക്കിലെ ഫർള് നോമ്പ്, റമളാനിലെ നോമ്പ് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും പ്രാധാന്യമുള്ള 2 നോമ്പുകളാണത് എന്നാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു നമ്മളെയൊക്കെ തന്നെ ഇങ്ങനെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പല ഭാഗങ്ങളിലും ഇന്നും ഇന്നലെയും മിനിയാന്നൊക്കെ തന്നെ പല ഭാഗങ്ങളിലും മഴ തിമിർത്ത് പെയ്യാണ്. എന്തോ ഒരു കുതിർത്ത് കൊണ്ട് ഇവിടെ ഇങ്ങനെ വീശിപ്പോവുകയാണ്. നാം മനസ്സിലാക്കേണ്ടത് എന്തോ ഒരു പരീക്ഷണം ചിലപ്പോൾ നമ്മളെ പിടികൂടാകുകയില്ല. അതുകൊണ്ട് നമ്മളെ കിട്ടിയ സമയം എപ്പോഴാ അള്ളാഹ് പിടിക്കുക എന്ന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. അതിലെല്ലാവരും പെടും. ധനികന്മാരും പെടും, ദരിദ്രരും പെടും, എല്ലാ വിഭാഗം ആളുകളും പെടും. അതുകൊണ്ട് കിട്ടിയ സമയം നാം വിനിയോഗിക്കുക. ഇൻഷാ അല്ലാഹ് കേരളത്തിലെ 9ഉം 10ഉം ഈ വരുന്ന തിങ്കളും ചൊവ്വയുമാകുന്നു. ഈ വരുന്ന തിങ്കളും ചൊവ്വയും 9ഉം 10ഉമാണ്. ആ നോമ്പിന് അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഹിജ്റയെ കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതിൽ. അള്ളാഹുമേ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വീഴ്ച അള്ളാഹു കൊടുത്ത് മാഫാക്കി തരുമാറാവട്ടെ. രക്ഷിതാവെ, ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇന്ന മഹത്തായ ഫضല് കൊണ്ട് ഔദാര്യങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു തരണം രക്ഷിതാവെ. നാളെ മഹ്ശറിൽ ഒരുമിച്ച് കൂടുന്ന അവസരത്തിൽ ഗ്രന്ഥം നൽകപ്പെടുമ്പോൾ വലത് കയ്യിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന സത്യവിശ്വാസികളിൽ, പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ, ശുഹദാക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത